ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പളനിക്ക് പോവാണ് അമ്പുടുവിൻ്റെ മുടി മൊട്ടടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഞാനും ചേച്ചിയും ആശയും അച്ഛനും അക്ഷിതും കൂടിയാണ് പോണത്. അപ്പോൾ അമ്മയ്ക്ക് തുണയ്ക്കായിട്ട് അമ്മയുടെ ചേച്ചി ഉണ്ട്, വല്യമ്മ. അപ്പോൾ വല്യമ്മയോടും യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. തിരൂരിൽ നിന്ന് രാത്രി 11:13 ട്രെയിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേക്കപ്പ് ഒന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. അതാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉറങ്ങാനുള്ള മേക്കപ്പ് എന്ന് പറയാൻ കാരണം. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്നില്ല, അതുകൊണ്ടാണ് അത്രയൊക്കെ ചെയ്തത്. അങ്ങനെ തന്നെ ഞങ്ങൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിരുന്നു, കാരണം മഴയൊക്കെ അല്ലേ, നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ലേറ്റ് ആവുകയൊക്കെ ചെയ്തെങ്കിലോ, അപ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ. ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇനി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ നേരത്തെ എത്തിയോണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു. അപ്പോഴേക്കും ട്രെയിൻ വന്നു. അങ്ങനെ ട്രെയിനിൽ കയറി പെട്ടെന്ന് തന്നെ ബെഡൊക്കെ വിരിച്ച് സെറ്റാക്കി ഞങ്ങൾ വേഗം കിടന്നുറങ്ങി. കാരണം ഞങ്ങൾ കയറിയ സമയത്ത് തന്നെ ഞങ്ങൾ കമ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും ഉറങ്ങുകയാണ്. അപ്പോൾ പിന്നെ അവർക്ക് ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങിയിട്ടോ. അങ്ങനെ തന്നെ ഞങ്ങളുടെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. 5 മണിയായപ്പോൾ പളനി എത്തി. ഞങ്ങളിത് ഇവിടെ പളനി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല ഇനി ടെമ്പിളിലേക്ക്. പക്ഷേ ആദ്യം ഞങ്ങൾക്ക് റൂം എടുക്കണം, അവിടുന്ന് ഫ്രഷ് ആയിട്ട് വേണം ഇനി ടെമ്പിളിൽ പോകാൻ. അപ്പോൾ ഞങ്ങളിത് ഓട്ടോയിൽ കയറുന്നു. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവല്ലേ വേണ്ടുള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ദേവസ്വത്തിൻ്റെ റൂം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ പോയി നോക്കിയപ്പോൾ സാറ്റർഡേ സൺഡേ ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് റൂമൊന്നും കാലിയില്ല എന്ന് പറഞ്ഞു. പിന്നെ നേരെ ഡ്രൈവർ പറഞ്ഞ ഒരു ലോഡ്ജിൽ പോയി റൂം എടുത്തു. അപ്പോൾ അവിടുത്തെ മാനേജറാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ ഫ്രഷ് ആവാതെ തന്നെ നേരെ പോയിട്ട് മുട്ടയടിച്ചിട്ട് വന്നിട്ട് ഫ്രഷ് ആയതിനു ശേഷം അമ്പലത്തിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ സാറ്റർഡേ സൺഡേ ഭയങ്കര തിരക്കാണ്. ഇനി 2 പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തു നിന്നുണ്ട് 2 ട്രെയിൻ വരാനുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും, തിരക്കാവും. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് മുട്ടയടിച്ചിട്ട് വന്നോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ വേഗം തന്നെ ലഗേജൊക്കെ റൂമിൽ വെച്ചിട്ട് നേരെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾ റൂമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ടെമ്പിൾ വരുന്നത്. കുറച്ചൊന്ന് നടക്കാണ്ട്, അത് ഉള്ളിൽ കൂടെയൊക്കെ ഉണ്ട്. നടക്കുമ്പോൾ വേഗം അമ്പലത്തേക്ക് എത്തും. അപ്പം ഞങ്ങൾ ആ മാനേജർ അവിടെ കൊണ്ടുപോയി വിട്ടു. അവരെ സിസ്റ്റർ ആരവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് ഞങ്ങളെ കൂടെയുള്ള ഇവരാണ് അവരുടെ സിസ്റ്റർ. അപ്പോൾ അവരാണ് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതും എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നത്. അപ്പം അത് ഞങ്ങൾ മുട്ടടിക്കാനുള്ള ടോക്കണൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മുട്ടടിക്കുന്നിടത്തേക്ക് പോവുകയാണ്. അവിടെ ഇങ്ങനെ നിറയെ ഇങ്ങനെ ആൾക്കാർ വരിക്കിരിക്കുന്നുണ്ട് മുട്ടടിക്കാൻ റെഡി ആയിട്ട്. അമ്പും ഓക്കെ ആയിരുന്നു കേട്ടോ, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ഗുഡ് ബോയ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു മുട്ടടിക്കുന്ന സമയത്ത് അവൻ കരയുന്നു. അവിടെയാണെങ്കിൽ ഒരു കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് കണ്ടാലും കരയാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നോക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, അവൻ നൈസായിട്ടിരുന്ന് കൊടുത്തു. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ കുറച്ചിങ്ങനെ കരയല്ല, അങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അടുത്തിരിക്കുന്ന ഏട്ടൻ്റെ മുട്ട നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും പറഞ്ഞിട്ട് സെറ്റാക്കിയപ്പോഴേക്കും സംഭവം കഴിഞ്ഞ് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അങ്ങനെ മുട്ടടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. എല്ലാവരും ഗീ റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. അമ്പുടുവിന് മാത്രം ഇഡ്ഡലി ഓർഡർ ചെയ്തു. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി.